ഇന്റീരിയർ ഡിസൈനറിൻ്റെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ഇവരുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളും ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും സമീപിക്കുന്നത്. ഇത് എന്താണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് നല്ലൊരു ഡിസൈൻ ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഒരു ഡിസൈൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ലേഔട്ട് സെറ്റ് ചെയ്യുന്നതാണ്. 6 പ്രതലങ്ങളിലാണ് ഡിസൈൻ വരുന്നത്. സീലിംഗ്, ഫ്ലോറിങ്, 4 ചുവരുകൾ. ഈ ചുവരുകളിലും ഈ ഫ്ലോറിങ്ങിലും ഈ സീലിങ്ങിലും വരുന്ന ഡിസൈൻ ഒരു ഡിസൈനർ അവൻ്റെ ആശയങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഒരു സക്സസ് ഡിസൈൻ ഉണ്ടാകുന്നത്. ഡിസൈനുകളിൽ തന്നെ പല രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ട്. മോഡേൺ ഉണ്ട്, മിനിമലിസ്റ്റിക് ഉണ്ട്, ക്ലാസിക് കൊളോണിയൽ ഉണ്ട്. അങ്ങനെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരുപാട് സ്റ്റൈലുണ്ട്. ഈ പല സ്റ്റൈലുകളിലും എന്താണെന്നുള്ള തിരിച്ചറിവാണ് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് 100% കിട്ടുന്ന തിരിച്ചറിവാണ് ഒരു ഡിസൈനറിന് അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജോലി ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ക്ലയൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിറങ്ങൾ ചാലിച്ചെടുക്കുന്നതിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരു വീട്ടിൽ 5 മുറിയാണെങ്കിലും അല്ലെങ്കിൽ 8 റൂമാണെങ്കിലും ഓരോരുത്തരുടെയും ബെഡ്റൂം ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും താല്പര്യമുള്ള രീതിയിലുള്ള രുചിക്ക് അനുയോജ്യമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു റൂം അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കേണ്ടതും. ഈ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബഡ്ജറ്റാണ്. രണ്ടാമത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിൻ്റെയാണ്. മൂന്നാമത് നിറങ്ങളാണ്. ഇതെല്ലാം കൃത്യമായി ചാലിച്ചെഴുതുമ്പോഴാണ് മനോഹരമായൊരു ഡിസൈൻ ഉണ്ടാകുന്നതും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം ജനിക്കുന്ന റൂമായി മാറുന്നത്. താങ്ക് യു.